പിത്താശയ ക്യാൻസർ ബാധിതനായ യുവാവ് തുടർ ചികിത്സയ്ക്കായി സുമനസ്സുകളിലെ കാരുണ്യം തേടുന്നു. അയ്യപ്പൻകോവിൽ കേച്ചപ്പാത്ത് ആഞ്ഞിലിമൂട്ടിൽ പ്രിൻസാണ് 1 വർഷത്തിലേറെയായി തിരുവനന്തപുരം RCCയിൽ ചികിത്സയിലുള്ളത്. പ്രിൻസിന് തുടർ ചികിത്സയുടെ ഭാഗമായി 8 തവണ ബൂസ്റ്റർ ഡോസ് എടുക്കുന്നതിനും കീമോതെറാപ്പി ചെയ്യുന്നതിനുമായി 32 ലക്ഷം രൂപ ചെലവാകും. ആകെയുള്ള സമ്പാദ്യവും ബന്ധുക്കളിൽ നിന്ന് ലഭിച്ച സഹായവും മുടക്കി ഇതുവരെ 3 തവണ ചികിത്സയ്ക്ക് വിധേയനായി. ഭാര്യയും 6ഉം 2ഉം വയസ്സുള്ള മക്കളും അമ്മയും അടങ്ങുന്ന നിർധന കുടുംബത്തിന് തുടർ ചികിത്സാ ചെലവുകൾ അപ്രാപ്യമാണ്. 6ഉം 4ഉം വയസ്സുള്ള കുട്ടികളുള്ള 38 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ് ഇന്ന് പിത്താശയ ക്യാൻസർ മൂലം ചികിത്സ തേടുന്നത്. അതിനു വേണ്ടിയിട്ട് എല്ലാവരുടെയും ഒരു സഹായ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രിൻസിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് എല്ലാവരുടെയും ഒരു സഹായ സഹകരണങ്ങളും അത്യാവശ്യമാണ്. ഇവിടെ അക്കൗണ്ട് 3 പേരുടെ പേരിൽ എടുത്തിട്ടുണ്ട്. അതിൽ പരമാവധി സഹായങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ ഇവിടെ ഞങ്ങൾ പ്രസ് മീറ്റ് വിളിച്ചിരിക്കുന്നത്. ചികിത്സയ്ക്കായി ഇതുവരെ വലിയ തുക ചെലവായിട്ടുണ്ട്. കട്ടപ്പനയിലെ കമ്പ്യൂട്ടർ സ്ഥാപനത്തിലെ ജീവനക്കാരനായിരുന്നു പ്രിൻസ്. രോഗബാധിതനായ ശേഷം ജോലിക്ക് പോകാൻ സാധിച്ചിട്ടില്ല. ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും സാമുദായിക നേതാക്കളും ഉൾപ്പെടുന്ന പ്രിൻസ് ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. 38 വയസ്സ്. അദ്ദേഹം ഇപ്പോൾ പിത്താശയ ക്യാൻസർ ബാധിച്ച് ചികിത്സയിലാണ്. കഴിഞ്ഞ നവംബർ മാസമാണ് അദ്ദേഹം ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയത്. ഈ പിത്താശയ ക്യാൻസർ ആണെന്ന് തിരിച്ചറിഞ്ഞത് ഈ കഴിഞ്ഞ 2025 ജനുവരി മാസമാണ് തിരിച്ചറിഞ്ഞത്. തിരിച്ചറിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെൻ്ററിൽ ആരംഭിച്ചു. ട്രീറ്റ്മെൻറ്റ് അവർ പറഞ്ഞത് ബൂസ്റ്റർ ഡോസ് പ്ലസ് കീമോ, അത് 1 പ്രാവശ്യം ചെയ്തതിന് ഏകദേശം 4 ലക്ഷം രൂപയാവും. അങ്ങനെ 8 പ്രാവശ്യം ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. 8 പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ ഏകദേശം 32 ലക്ഷം രൂപയോളം ആകും. അവരിപ്പോൾ അവരുടെ പ്രിൻസിൻ്റെ വരുമാനത്തിൽ അദ്ദേഹത്തിൻ്റെ സമ്പാദ്യത്തിൽ നിന്നും പിന്നെ അവരുടെ കുടുംബാംഗങ്ങളും അവരുടെ പള്ളിക്കാരെല്ലാം കൂടെ ചേർന്ന് ഇപ്പോൾ തന്നെ ഓൾറെഡി 3 ചെയ്ത് കഴിഞ്ഞു. ഈ ബാക്കി 5 ചെയ്യാനുള്ള ഒരു ശേഷി അവർക്കില്ല. അതിനുള്ള ഫണ്ട് ഉണ്ടാകും. അപ്പം അതിനു വേണ്ടി ഞങ്ങൾ ചപ്പാത്തിൽ ഒരു ജനകീയ സമിതി രൂപീകരിച്ചു. പ്രിൻസ് ചികിത്സാ സഹായ സമിതി എന്ന് പറയുന്നൊരു സമിതിക്ക് രൂപം നൽകുകയും അതിൻ്റെ നേതൃത്വത്തിൽ ഒരു 3 പേരടങ്ങിയ, അതായത് ട്രഷററായിട്ടുള്ള എൻ്റെ പേരിലും കൺവീനറായിട്ടുള്ള ഷാജിയുടെ പേരിലും പ്രിൻസിൻ്റെ വൈഫ് വിറ്റിയുടെ പേരിലും ഒരു ജോയിൻ്റ് അക്കൗണ്ട് ഉപ്പതറ ഗ്രാമീൺ ബാങ്ക് ശാഖയിൽ ആരംഭിക്കുകയും അതിനുശേഷം കളക്ഷൻ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഓൾറെഡി 1,06,000 രൂപയോളം നമ്മുടെ അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ടൊന്നും ആകുന്നില്ല. അപ്പോൾ ബാക്കിയുള്ള പണം കൂടെ നമ്മൾ കളക്ട് ചെയ്യണം. ട്രീറ്റ്മെൻറ്റ് മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇനി 10-20 ലക്ഷം രൂപയ്ക്ക് മേളിൽ ആവശ്യമുണ്ട്. ആയതിന് എല്ലാ ആളുകളും ഇവരെ അറിഞ്ഞ് പരമാവധി സഹായങ്ങൾ ആ അക്കൗണ്ടിലേക്ക് എത്തണം. എങ്കിലും മാത്രമേ നമുക്ക് ആ ട്രീറ്റ്മെൻറ്റ് മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അതിന് എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം. നിങ്ങളുടെ മാധ്യമ പ്രവർത്തകരുടെ നിലയിൽ നിങ്ങൾ പത്രങ്ങളിലും മറ്റ് TV ചാനലുകളിലും ഓൺലൈൻ മാധ്യമങ്ങളിലെല്ലാം ഈ വാർത്ത എത്തി പരമാവധി ജനങ്ങളിലേക്ക് എത്തിച്ച് പരമാവധി സഹായം കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മൾ. കേരള ഗ്രാമീൺ ബാങ്കിന്റെ ഉപ്പുതറ മേഖലയിൽ കൺവീനർ ഷാജി P. ജോസഫ്, ട്രഷറർ CJ ജോൺസൺ, പ്രിൻസിന്റെ ഭാര്യ മിറ്റിമോൾ എന്നിവരുടെ പേരിൽ അക്കൗണ്ടും തുറന്നിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ, ജനകീയ സമിതി ചെയർമാൻ M. വർഗീസ്, കൺവീനർ ഷാജി P. ജോസഫ്, ട്രഷറർ CJ ജോൺസൺ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.